വിധേയത്വത്തിൻ്റെ തിരുവചനം, അധികാരത്തിലുള്ള തിരുവചന സമീപനം എന്നുള്ള വിഷയമാണ്. കുടുംബം, സഭ, സമൂഹം ഈ തലങ്ങളിലെ വിശ്വാസികളായ നാം ദൈവത്തിൻ്റെ സർവാധിപത്യത്തിന് വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. അതോടൊപ്പം തന്നെ ദൈവത്താൽ നിയമിക്കപ്പെട്ട അധികാരങ്ങളെ മാനിക്കേണ്ടവരുമാണ്. ദൈവവചനം അത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അധികാരത്തെ, മനുഷ്യൻ്റെ അധികാരത്തെ മാനിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ജീവിതം, പ്രായോഗികമായ നമ്മുടെ ജീവിതം ഫലകരമായിട്ട് കഴിക്കാം എന്നുള്ള കാര്യമാണ്. നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെയും അനുസരണത്തിൻ്റെയും തലം കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും എത്രത്തോളം ഇങ്ങനെ പലവിധമായ അധികാര തലങ്ങളുള്ള ഈ ലോകത്ത് വചനപ്രകാരം എങ്ങനെ ജീവിക്കാമെന്നുള്ള വിഷയത്തെക്കുറിച്ച് പ്രിയ എബ്രഹാം തോമസ് തുടർന്ന് നമ്മോട് പങ്കുവെക്കുന്നതാണ്. എല്ലാവർക്കും സ്നേഹവന്ദനം. അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ള വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എടുത്ത് വായിക്കേണ്ട കാര്യമില്ലാത്തൊരു കാര്യമാണ്. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ല. ഉള്ള അധികാരങ്ങളും ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അധികാരത്തോട് മറുതലിക്കുന്നു, ദൈവത്തോട് മറുതലിക്കുന്നു. റോമാലേഖനം 13-ാം അധ്യായം. ആ അധ്യായത്തിൻ്റെ ഒരു എക്സ്പോസിഷൻ നടത്തിയാൽ മതി എനിക്ക് തന്ന മെസ്സേജ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാനല്ല പോകുന്നത്. അധികാരവും ഭയവും ഒരുമിച്ച് പോകുന്ന രണ്ട് വാക്കുകളാണ്, അല്ലേ? അങ്ങനല്ലേ? എവിടെ അധികാരമുണ്ട്, അധികാരത്തിന് കീഴിലുള്ള ആളുകൾക്ക് ഭയമുണ്ട്. ഭയമെന്ന് പറഞ്ഞാൽ പേടിയെന്ന അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. റവറൻഷ്യൽ ഫിയർ എന്ന് പറയും, ബഹുമാനപൂർവമായ ഭയം. ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭയം ഇല്ലാതെ വളരുകയും മക്കളെ വളർത്തുകയും ചെയ്യുന്നൊരു കാലമാണ്. ആളുകൾ പറയാൻ അധികമൊന്നും പേടിപ്പിക്കില്ല എന്ന് പറയാറുണ്ട്. ഞങ്ങളൊക്കെ വളർന്നു വന്ന കാലത്ത് അങ്ങനെ ഒരു പ്രയോഗം പ്രയോഗിക്കാനായിട്ട് ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം ചെറുപ്പം മുതൽ എല്ലാവരെയും ഭയപ്പെട്ട് ജീവിക്കണമെന്നുള്ളൊരു സന്ദേശമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മാതാപിതാക്കളെ ഭയപ്പെടുന്ന മക്കൾ വളരെ വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് യോജിക്കുമെന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്. അതിൻ്റെ കാരണം എന്തെന്നറിയില്ല. കഴിഞ്ഞ ഒരു ദിവസം സന്ദർഭവശാൽ എങ്ങനെയാണ് സംഭവിച്ചതെന്നറിയില്ല, എന്തോ പറഞ്ഞു വന്നപ്പോൾ സഹോദരന്മാർ ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് എബ്രഹാം തോമസ് സാറിനെ പേടിയാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് എബ്രഹാം തോമസ് സാറിനെ ഭയമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ നിങ്ങളെ തല്ലിയിട്ട് പഠിച്ചിട്ടൊന്നുമില്ലല്ലോ, എൻ്റെ ഓർമ്മയിൽ ആരെയും തല്ലിയിട്ടില്ല, പിന്നെ എന്താ നിങ്ങൾക്ക് എന്നെ ഭയം? അപ്പോൾ അവരത് പറഞ്ഞത് എന്താ ഭയമെന്ന് ഞങ്ങൾക്ക് പറയാനറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് പേടിയാണ്. എന്നോട് പറയേണ്ടതെല്ലാം അവർ പറയുന്നുണ്ട്, ഞാൻ കേൾക്കേണ്ടതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഹൃദയത്തിലൊരു ഭയമുണ്ട് എന്ന് അവരെന്നോട് പറഞ്ഞു. എന്നെ പേടിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആരും എന്നെ പേടിക്കരുതെന്ന് ഞാൻ വിചാരിക്കുന്ന ആളുമല്ല. എൻ്റെ ഭാര്യ അതിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അച്ഛനെ പേടിയാണ്. എൻ്റെ അപ്പച്ചനും ഏതാണ്ട് അതൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിന്നെ പേടിയാണ്. എന്നെ കണ്ടാൽ ഭീകരത തോന്നുന്നൊരു മുഖമൊന്നും അല്ലല്ലോ എൻ്റേത്. അപ്പോൾ അങ്ങ് പറയാൻ കാരണമെന്ന് പറയുന്നത് തെറ്റായ കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്ന ഒരാളല്ല എന്നൊരു ധാരണ അവർക്കുണ്ട്. ദാറ്റ്സ് എ റീസൺ. എൻ്റെ ചെറുപ്പത്തിൽ നടന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. എനിക്കൊരു 8 വയസ്സുള്ളപ്പോഴാണ്. എൻ്റെ അപ്പച്ചൻ്റെ അധ്യാപകനായിരുന്നു. വളരെ സ്ട്രിക്റ്റായിട്ട് ഞങ്ങളെ വളർത്തുന്ന ആളാണ്. അപ്പോൾ അപ്പച്ചനെ സംബന്ധിച്ചും അങ്ങനെ പറയാറുള്ളത് പിള്ളേർ പറയാറുണ്ട്, ടീച്ചേഴ്സും പറയാറുണ്ട്. അബ്രഹാം സാറ് മുറ്റത്ത് വന്നാൽ മതി, പിള്ളേരെല്ലാം ക്ലാസ് റൂമിലായിരിക്കും. അപ്പച്ചൻ ഹെഡ് മാഷൊന്നുമല്ല. എന്തോ ചില കാര്യങ്ങളിൽ നമ്മൾ അംഗീകരിക്കാത്ത ഒരു സ്വഭാവം കൊണ്ടായിരിക്കും. ഇപ്പോൾ ചെറുപ്പത്തിൽ നടന്നൊരു കാര്യം പറയുകയാണ്, ഞങ്ങളെ വളരെ സ്ട്രിക്റ്റായിട്ടാണ് വളർത്തിയത്. അത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളനുഭവിച്ച സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾ അനുസരിക്കുന്നത് കൊണ്ട് അനുഭവിച്ച കാര്യങ്ങളാണ്. ഇപ്പം എൻ്റെ അപ്പച്ചന് ഞാൻ കാലങ്ങളിൽ കലണ്ടർ കിട്ടാൻ വലിയ പ്രയാസമാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പാണ്. എനിക്ക് 82 എൻ്റെ അപ്പച്ചൻ്റെ ഒരു 40 വയസ്സുള്ള സമയത്തെ കാര്യമാണ് ഈ പറയുന്നത്. അത്ര ഇല്ലായിരിക്കും. ഒരു രാജൻ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽസ് പത്തനംതിട്ടയുണ്ട്. അന്നത്തെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസാണ്. അതിൻ്റെ ഉടമസ്ഥനും അപ്പച്ചനും വലിയ സ്നേഹിതരാണ്. അപ്പോൾ നല്ല കലണ്ടർ വന്നപ്പോൾ ഒരു കലണ്ടർ അപ്പച്ചന് കൊടുത്തു. ആ കലണ്ടറിൽ അപ്പച്ചൻ കൊണ്ടുവന്നു, ഞങ്ങളുടെ ലിവിങ് റൂമിൽ അത് തൂക്കി. അപ്പം ഞാനത് ഇങ്ങനെ സ്ഥലത്ത് നോക്കി എന്നിട്ട് ചോദിച്ചു, അപ്പച്ചാ ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. 8 വയസ്സേ ഉള്ളൂ. അത് രാജൻ ടെക്സ്റ്റൈൽസ് വന്നാന്ന് പറഞ്ഞു. അതിലെ പടം എന്താ അപ്പച്ചാന്ന് ചോദിച്ചു.
അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആളിൻ്റെ പടമായിരുന്നു. പടങ്ങളും വിഗ്രഹങ്ങളും അരുതെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അപ്പച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചതിന് വിപരീതമാണല്ലോ. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നീ അത് നോക്കേണ്ട ആവശ്യം, നിനക്ക് ഡേറ്റ് പണി നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു, അത് ഈ വീട്ടിൽ നടക്കില്ലെന്ന്. അങ്ങനെ പറഞ്ഞ പ്രായത്തിൽ അത് ഈ വീട്ടിൽ നടക്കില്ലെന്ന്. ഞാൻ എഴുന്നേറ്റ് അങ്ങോട്ട് എന്നിട്ട് കലണ്ടർ ഇങ്ങോട്ട് എടുത്തിട്ട് വലിച്ചു കയറി ഒരു 50 ഉണ്ടായിട്ട് എറിഞ്ഞു. വിഗ്രഹാരാധന പാടില്ലെന്ന് പറയുകയും വിഗ്രഹാരാധന നടത്താൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്ത് നടക്കില്ലെന്ന്. അപ്പച്ചൻ ഒന്നും പറഞ്ഞില്ല. അപ്പച്ചൻ ചെയ്ത് തെറ്റാണെന്ന് അപ്പച്ചന് ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ അപ്പച്ചനെ പേടിയാണെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, തെറ്റായ കാര്യങ്ങൾ ആര് ചെയ്താലും ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ആളാണ്. തെറ്റായ കാര്യങ്ങൾ ചെയ്യില്ലെന്നൊരു ധാരണ അപ്പച്ചനുണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായി മീശ വെച്ചത് ഞാനാണ്, മീശ. ഇതിനൊക്കെ ഇവിടെ പറയുന്ന വിഷയമായിട്ട് എന്ത് ബന്ധമെന്ന് നിങ്ങൾ ചോദിക്കും. എൻ്റെ അപ്പച്ചനൊന്ന് വെക്കാനായിട്ട് ശ്രമിച്ചു. എൻ്റെ വല്യപ്പൻ ഒരു തീക്കൊള്ളി എടുത്തുകൊണ്ട് വന്നത് കരിക്കാനും അപ്പച്ചൻ ജീവനും കൊണ്ട് കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ വെക്കാൻ ശ്രമിച്ച ഒരാൾ എൻ്റെ അനുജനാണ്. അവന് അല്പധൈര്യമുള്ള ഒരാളാണ്. ധൈര്യമൊക്കെ സമാർജിച്ചുകൊണ്ട് മീശയും വെച്ച് അപ്പച്ചന് മുന്നേ ചെന്നു. ആ അപ്പച്ചൻ അടുക്കളയിൽ ചെന്ന് ഈ പറഞ്ഞ പോലെ കുളി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അപ്പച്ചൻ അത് ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് അവൻ്റെ പോക്കറ്റിൽ ഒരു പടമുണ്ടായിരുന്നു. അത് എൻ്റെ പടം, ഞാൻ മേൽമീശ വെച്ചുകൊണ്ട് നിൽക്കുന്ന പടമാണ്. ആ പടം എടുത്ത് ഇങ്ങനെ കാണിച്ചു. അപ്പച്ചൻ പറഞ്ഞു, നീ വെച്ചോളാൻ പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, അവൻ തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം, മീശ വെച്ചെങ്കിൽ അവനത് പഠിച്ചിട്ടേ വെക്കത്തുള്ളൂ, അത് തെറ്റില്ല ചെയ്താൽ വെച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭയവും സ്വാതന്ത്ര്യവും എന്നൊക്കെ പറയുന്നത് മൂല്യാടിസ്ഥിതമായ കാര്യങ്ങളാണ്. തോന്നിയത് ചെയ്യുക എന്നുള്ളതല്ല, ശരിയെന്ന് ബോധ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോഴും അങ്ങനെ തന്നെ വളർത്തിക്കൊണ്ട് വന്നു. നീ എന്തിനാ അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ തൃപ്തികരമായ ഉത്തരമാണ് തന്നതെങ്കിൽ കുഴപ്പമില്ല. തൃപ്തികരമായ ഉത്തരം അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പോലെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയും. ഈ തൃപ്തികരമായ ഉത്തരങ്ങൾ കൊടുക്കാനായിട്ട് അധികാരികൾക്ക് കഴിയണമെന്നുള്ളതാണ്. എൻ്റെ ഒരു കൊച്ചുമകൻ ഇങ്ങനെ മേശയ്ക്ക് ചുറ്റും ഓടിക്കളിക്കുക. അവന് 4 വയസ്സോ 5 വയസ്സോ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മൂലയ്ക്ക് വന്ന് ഇടിച്ചിട്ട് താഴെ വീണു. ഇവിടെ ഇടിച്ചിട്ട് പൊട്ടി കുറച്ച് ചോരയും വന്നു. ഉടനെ അവൻ്റെ അപ്പനവിടെ ഇരിപ്പുണ്ട്. അപ്പം പറഞ്ഞ് ഏതായാലും ദൈവം സഹായിച്ചു അല്ലെങ്കിൽ. അപ്പോൾ അവൻ ചോദിച്ചു, ഇന്നലെ ഈ ദൈവം ഇവിടെ പോയിരിക്കുകയായിരുന്നു. ഞാൻ തിയോളജിയൊക്കെ സംസാരിക്കുന്ന ആളുകളാണ്. ഇന്നലെ ഈ ദൈവം ഇവിടെ പോയിരിക്കുക. ഇന്നലെ അവൻ അവിടെ ഓടി. ഇന്നലെ അവിടെ ഓടിപ്പോൾ വീണില്ല. അപ്പോൾ ഈ ദൈവം ശിക്ഷിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു, അത് ഇന്നലെ ഞാൻ ഓടരുതെന്ന് നിന്നോട് പറഞ്ഞില്ല. പറഞ്ഞോ, ഇല്ല, നീ ഓടി. ദൈവം ഒന്നും ചെയ്തില്ല, കാരണം നിൻ്റെ പ്രായത്തിൽ നീ എൻ്റെ അധികാരത്തിൻ്റെ കീഴായിരിക്കുന്നത്. ഇന്ന് ഞാൻ നീ ഓടരുതെന്ന് പറഞ്ഞിട്ടാണ് നീ ഓടിയത്. അത് മോനെ അനുസരണക്കേട്, അത് ദൈവം തന്ന ശിക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നോക്കിയിട്ട് പറഞ്ഞു, താങ്ക് യു, യു ആർ റൈറ്റ്, അത് ശരിയാണ്. 5-6 വയസ്സുള്ളൊരു കുട്ടിക്ക് എത്രയൊക്കെ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ വളർത്തണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ ഈ അധികാരങ്ങളോടുള്ളതായിരിക്കുന്ന അനുസരണം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുക എന്നുള്ളതല്ല, നാം പറയുന്നത് ന്യായമാണ് എന്ന് അധികാരത്തിന് കീഴെയുള്ള ആളുകൾക്ക് ബോധ്യമാക്കുക. അത് ബോധ്യമാക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതനുസരിക്കണമെന്ന് നമുക്ക് പറയുന്നത് കാര്യമാണ്. പക്ഷെ അതവർക്ക് ബോധ്യമായ ശേഷം അതവരനുസരിക്കുന്നില്ലെങ്കിൽ അത് ഗൗരവമുള്ള കുറ്റമാണ്. അതിന് അനുസരണക്കേടെന്നാണ് പറയുന്നത്. ദൈവം വെറുക്കുന്ന പാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാപങ്ങളിലൊന്നാണ് അനുസരണക്കേട്, ഡിസൊബീഡിയൻസ് എന്ന് പറയും. അനുസരിക്കുന്ന യാഗത്തെക്കാളും കേൾക്കുന്നത് മുട്ടാളുകളും മേധസ്സിനേക്കാളും ഒക്കെ ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളെയൊക്കെ വളർത്തി വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് അടി കൊണ്ട് വളർന്നവനാണ്. ഇരമ്യ പ്രവാചകനൊറ്റും അങ്ങനെ പറഞ്ഞല്ലേ, ഒരുപാട് അടി കൊണ്ട് വളർന്നവനാണ്. എൻ്റെ അപ്പച്ചൻ്റെ അധികാരം വളരെ വലിയ അധികാരമായിരുന്നു. ഒരു ദിവസം സന്ധ്യയ്ക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ അപ്പച്ചൻ പറഞ്ഞു, മോനെ പേന ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പച്ചൻ്റെ പേന മഷി ഒഴിക്കുന്ന പേനയാണ്. അപ്പച്ചൻ്റെ പേനയ്ക്കകത്തെ മഷി തീർന്നു. അപ്പച്ചൻ്റെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പേന എടുക്കാനായിട്ട് പേന കാണുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അപ്പച്ചൻ പേന ഇല്ല, കളഞ്ഞു പോയെന്ന് തോന്നുന്നു പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ആ പേന എവിടെയാണ്. അപ്പോൾ ഉടനെ ഞാൻ തിരുത്തി പറഞ്ഞു, അപ്പച്ചൻ കളഞ്ഞു പോയതല്ല, എൻ്റെ കൂട്ടുകാരനെ കൊടുത്താന്ന് പറഞ്ഞു. ശരിയായിരുന്നു ഞാൻ പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, വരാം, നീ ഒരു കള്ളം പറഞ്ഞെന്ന് പറഞ്ഞു. പേന കളഞ്ഞു പോയി എന്ന് പറഞ്ഞു. 1 മിനിറ്റിനുള്ളിൽ നീ അത് കൂട്ടുകാരനെ കൊടുത്താൽ ഏതാ സത്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കൂട്ടുകാരനെ കൊടുത്താന്ന് പറഞ്ഞു. എന്നാൽ ഒരു ചൂരവട്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പച്ചനൊക്കെ 4-5 നല്ല അടി തന്നിട്ട് അപ്പച്ചൻ പറഞ്ഞു,
ഉത്തരം പറയുന്നതിന് മുമ്പ് ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ടേ പറയാവൂ. ഞാൻ നിന്നോട് ഇത്ര സെക്കൻഡിനോട് ഉത്തരം തരണമെന്ന് പറഞ്ഞില്ലല്ലോ. പേന കാണുന്നില്ല പറ്റാന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നീ എന്തിനും കളഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ നീ മേലെ പറയരുത്. ഏത് ചോദ്യത്തിൻ്റെ ഉത്തരം പറയുമ്പോൾ നീ ചിന്തിച്ച് ആലോചിച്ച് സത്യമേ പറയാവൂ. എനിക്ക് കിട്ടി 4-5 അടി, എനിക്കപ്പം ചോദ്യം ചെയ്യാനൊക്കില്ല. അപ്പം അങ്ങനെയൊന്നും എല്ലാവരുടെയും അപ്പന്മാർ വളർത്തുന്നില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരുടെയും മക്കൾ അങ്ങനെ ചെയ്യുന്നില്ലെന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ അങ്ങനെ വളർത്തണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. വളർത്തിയാൽ നല്ലതാണെന്ന് പറയും. ഏത് കാര്യത്തിനും ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. സത്യമെന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളുടെയും പിന്നിലുണ്ട്. എൻ്റെ മൂത്ത മകന് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ സന്ധ്യയായപ്പോൾ അവന് ഡാഡി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വരെ പോകാമെന്ന് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകുമെന്ന് പറഞ്ഞു. എപ്പോൾ തിരിച്ചു വരുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 1 മണിക്കുള്ളിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അപ്പം നീ ഇപ്പോൾ എത്രയായി സമയം? ഇപ്പോൾ 6 മണിയായി. ഇപ്പോൾ 7 മണിക്കൂടെ കാണുമല്ലോ എന്ന് പറഞ്ഞാൽ കാണാമെന്ന് പറഞ്ഞു. അവൻ വന്നപ്പം 8 മണിയായി. ഞാൻ വിളിച്ചു ചോദിച്ചു, മോനെ എത്ര മണിക്ക് വരുമെന്നാണ് പറഞ്ഞത്? 7 മണി. ഇപ്പോൾ എത്രയായി? 8. ഈ താമസത്തിന് നീ എന്താ നീതീകരണം പറയുന്നത്? ഞാൻ ഒരു 3 അടി കൊടുത്തു കേട്ടോ. നന്നായിട്ട് എൻ്റെ അപ്പച്ചനടിച്ചതുപോലെ തന്നെ കൊടുത്തു. നിനക്ക് ആ വീട്ടിൽ ഫോണുണ്ട്, ഞങ്ങളുടെ വീട്ടിലും ഫോണുണ്ട്. വിളിച്ച് പറയാമായിരുന്നു, ഡാഡി ഞാൻ താമസിച്ച് വരും, 1 മണിക്ക് വരും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ 7 മണിക്ക് വരുമെന്നുള്ളതായിരിക്കുന്ന നിൻ്റെ വാക്ക്, ആ സ്റ്റേറ്റ്മെൻറ്റ് യാഥാർത്ഥ്യമായിട്ട് എൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴാണ് നീ അത് വയലേറ്റ് ചെയ്തത്. അതാ ആളുകൾ പറഞ്ഞേ ഞങ്ങൾക്ക് ദിവസം പേടിയാന്ന് പറയുന്നത്. സഭായോഗത്തിന് തോന്നുമ്പം കയറി വരിക, തോന്നുമ്പോൾ ഇറങ്ങിപ്പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ചോദിക്കും, എത്ര മണിക്ക് നമ്മുടെ സഭായോഗം? 10 മണിക്കാണ്. ഇപ്പോൾ സമയം എത്രയായി? 10:15. എന്താ 15 മിനിറ്റ് താമസിച്ചത്? നിങ്ങളുടെ വാക്കിന് വിലയില്ലയോ? ഈ സഭയുടെ തീരുമാനത്തിനൊരു വിലയില്ലേ? ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ന് ഹാജരാകുകയും നിങ്ങളുടെ 10 മണിക്കുള്ളിൽ ഹോളിൽ പ്രവേശിക്കണമെന്ന് പറയുകയും ചെയ്താൽ നിങ്ങൾ വരികയില്ലേ? അതുപോലെ കോടിക്കണക്കിന് പ്രസിഡന്റുമാരെ സൃഷ്ടിക്കുന്ന ദൈവം ഇന്ന് രാവിലെ 10 മണിക്ക് സഭായോഗത്തിന് വരുമെന്ന് പറഞ്ഞു, നിങ്ങൾ വരെ താമസിച്ച്. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്ന ആളുകളല്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നമെന്ന് പറയുന്നത്. ഔസേപ്പച്ചൻ പറയാം, തോമസവൻ ഔട്ട് ഓഫ് മൈൻഡാണ്, ഇങ്ങനെയൊക്കെ പോയി അങ്ങനെ വളർത്തി പിള്ളേരെ വളർത്താനൊക്കെ വന്നു. ഞാൻ 5 എണ്ണത്തിനെ വളർത്തിയുള്ളൂ. ദൈവത്തിൻ്റെ മഹാകൃപയാൽ ഒന്നും ശരിയായി തന്നെ വന്നു, എല്ലാം ശരിയായി തന്നെ വന്നു. ഒന്നിനെക്കുറിച്ചും യാതൊരു വിധമായ പഴയമില്ല. ഇവിടെ ഒരു കൊച്ചുമോൻ വന്നിട്ടുണ്ട്. ഇവിടെ അവിടെ ചോദിച്ചാൽ അറിയാം. അപ്പച്ചൻ പേടിയാണ്. എന്നാൽ പേടിയൊന്നുമല്ല, ഞങ്ങൾ ഫ്രണ്ട്സുമാണ്. എനിക്കെൻ്റെ അപ്പച്ചനെ പേടിയായിരുന്നു, പക്ഷേ എൻ്റെ അപ്പച്ചനെ പേടിയില്ല. പേടിയുള്ളത് ഞാൻ തെറ്റ് ചെയ്യുമ്പോഴേ ഉള്ളൂ, അല്ലാത്തപ്പോൾ പേടിയില്ല. ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ പേടിയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ല. അപ്പൻ്റെ അധികാരമായാലും അമ്മയുടെ അധികാരമായാലും രാജ്യത്തിൻ്റെ അധികാരമായാലും സഭയിലെ മൂപ്പൻ്റെ അധികാരമായാലും ഇനി വേറെ ആരുടെ അധികാരമായാലും ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ല. അധികാരം ശരിയായതാണെങ്കിൽ ദൈവത്താലാണ്. ആ അധികാരത്തോട് മറുതലിക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുതലിക്കുന്നു. ഈ പാഠം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ആളുകൾ പഠിക്കണം. വിയോജിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. പറയുന്ന ആൾ പറഞ്ഞ് തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. തെറ്റായ നിർദ്ദേശങ്ങളെ അനുസരിക്കാനുള്ള യാതൊരു അവകാശവും എനിക്കില്ല. അതാരും നിർബന്ധിച്ചിട്ട് കാര്യവുമില്ല. പക്ഷേ ദൈവവ്യവസ്ഥ പ്രകാരമാണ് അധികാരങ്ങൾ നടത്തുന്നതെങ്കിൽ അതനുസരിക്കാനുള്ള കടപ്പാടും ബാധ്യസ്ഥതയും എനിക്കുണ്ട്. ഞാൻ അതനുസരിക്കുന്നതിൽ തെറ്റുകാരനാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊരു മുഖവുരയോ അടിസ്ഥാനമൊക്കെ അതാണ്. ഇതാണ് എൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ അപ്പച്ചനെ പേടിയാന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ തെറ്റ് ആ ഒരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കില്ല. അതുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞാൽ സൂക്ഷിച്ചേ പറയൂ, ഞാൻ പറഞ്ഞാൽ അതിനേക്കാൾ സൂക്ഷിച്ചേ പറയൂ. കാരണം എന്താ, അപ്പച്ചൻ നല്ല ഒന്നാന്തരം വട്ടി തരും. ഏത് പ്രായമൊന്നും നോക്കില്ല. ഞാൻ അപ്പച്ചൻ്റെ അധികാരത്തിൻ്റെ പരിധിയിൽ നിന്ന് മാറിയത് ഞാൻ വിവാഹം കഴിച്ചതോടുകൂടിയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വതന്ത്രനായി. അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റി ചേർന്നു. പിന്നെ അപ്പച്ചൻ പറയുന്നത് കേൾക്കേണ്ട, അപ്പച്ചനെ ബഹുമാനിച്ചാൽ മതി. മക്കളെ നിങ്ങളുടെ അമ്മപ്പന്മാരെ അനുസരിപ്പീൻ. കുഞ്ഞുങ്ങളെ പ്രായം അവരോട് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിപ്പീന്നാണ്. മൂപ്പന്മാരെ സംബന്ധിച്ചും അങ്ങനെ തന്നെ, പോലീസുകാരെ സംബന്ധിച്ചും അങ്ങനെ തന്നെ, ടീച്ചേഴ്സിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. ടീച്ചേഴ്സിൻ്റെ അധികാരം നടത്തുമ്പോൾ ഞാനെന്തിനാണ് അതിനെതിരെ പറയുന്നത്? ഈ കൈ ഇപ്പോഴും എനിക്ക് വേദനിക്കുന്നുണ്ട്. എന്നെ പഠിപ്പിച്ച ഒരു ഏബ്രഹാം സാർ അടിച്ച അടിയാണ് ഇപ്പോഴും എനിക്ക് ചില സമയത്ത് അവിടെ അങ്ങനെ വേദനിക്കും. ഒരു പരീക്ഷ കഴിഞ്ഞ് ഈ പേപ്പറുകൾ കൊടുക്കുക, ഏത് വിഷയത്തിൻ്റെയാണെന്ന് ഓർക്കുന്നില്ല.
100-ൽ മാർക്കാണ് ഇങ്ങനെ കൊടുക്കുക, 95, 94, 90, 80 ഇങ്ങനെ കൊടുത്ത് 10 മാർക്കുകാരനെ വരെ കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ തന്നില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്, കാരണം എനിക്കങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിനുശേഷം എന്നെ വിളിച്ചെഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു, എത്ര മാർക്ക് കിട്ടൂടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു 85-90 മാർക്കൊക്കെ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കന്ന് കിട്ടിയത് എത്ര, ഏകദേശം 80-85 മാർക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു തന്നെ ഉണ്ടായിരുന്നു. എന്നാലും മോണിറ്ററോട് പറഞ്ഞൊരു വടിയെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഒരു ഭയങ്കര ചൂരപ്പിടിയുണ്ട്. എനിക്കൊരു 4 അടി തന്നു. ഇപ്പോഴും മറക്കുകയില്ല. ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ ദുഃഖമൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞു, പഠിച്ചാൽ 100-ൽ 100 വാങ്ങാവുന്നൊരു കുട്ടിയാണ് നീ, നിനക്ക് 85 പോയി, നീ പഠിക്കാഞ്ഞതുകൊണ്ട് അതിന് ഈ അടിയിരിക്കട്ടെന്ന് പറഞ്ഞു. അപ്പച്ചൻ വരുമ്പോയിട്ടൊന്ന് കാണിച്ചേക്കണേന്നും പറഞ്ഞു. അപ്പച്ചൻ അധ്യാപകനാ. അവർ ഈ ടൗണിൽ വൈകിട്ട് ടീച്ചേഴ്സ് എല്ലാം കൂടെ കൂടി ചായ കുടിക്കുമ്പോൾ എബ്രാം സാറ് അപ്പച്ചനോട് പറഞ്ഞു, മോൻ നീ എന്നോട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ചെല്ലുമ്പോൾ കൈയൊന്ന് പിടിച്ച് നോക്കിയേക്കണേന്ന് പറഞ്ഞു. അപ്പച്ചൻ വീട്ടിൽ കയറുന്നതിന് മുമ്പ് മോനിഞ്ഞ് വന്ന്, മോനെന്നാ വിളിക്കുന്നത്, മോനിഞ്ഞ് വന്നേ കൈയൊന്ന് കാണട്ടെന്ന് പറഞ്ഞു. അല്ല, മാർക്ക് പറഞ്ഞ് കുറഞ്ഞു പോയതിന് അടിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഞാനല്ല നിശ്ചയിക്കുന്നത്. അടിക്കേണ്ടത് എത്ര അടി എടുക്കണം ഞാനാണ് നിശ്ചയിക്കുന്നത്. അത് ടീച്ചറാണ് നിശ്ചയിക്കുന്നത്. ടീച്ചർക്ക് എൻ്റെ മേലെ അധികാരമുണ്ട്. അപ്പോൾ ഞാനത് ചോദ്യം ചെയ്യില്ല. എൻ്റെ അപ്പച്ചനെ അടിച്ചിട്ടുള്ള ഒരടി ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പച്ചൻ്റെ മേലെ അധികാരമുണ്ട്. അടിക്കുന്ന വിഷയം തെറ്റാണെങ്കിൽ ഞാൻ അപ്പച്ചൻ പറയും, അപ്പം ചെയ്ത് തെറ്റാന്ന് പറയും. ശിക്ഷ എത്രയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചു. അപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ദൈവം നിയമിച്ചതായിരിക്കുന്ന അധികാരങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം അനുസരണം എന്ന് പറയുന്ന ഒരു പ്രതികരണമാകാം. അല്ലെങ്കിൽ ആ അധികാരികൾ തെറ്റാണെങ്കിൽ കറക്ഷനാകാം, അവരെ കറക്റ്റ് ചെയ്യാം. ദാനിയേൽ പേർഷ്യൻ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ദൈവാലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന് അതിൽ വീഞ്ഞു കുടിച്ചു. ഏത് രാജാവായിരുന്നു? ബെൽഷസ്സർ രാജാവ്. വലിയ ചക്രവർത്തിയാണ്. 120 സംസ്ഥാനങ്ങൾ അടങ്ങിയതായിരിക്കുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ആളാണ് ബെൽഷസ്സർ. ദൈവാലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന് അതിൽ വീഞ്ഞു കുടിച്ചു. കയ്യെഴുത്ത് വന്നു. ദാനിയേലിനെ കൊണ്ടുവന്നു. ദാനിയേൽ കയ്യെഴുത്ത് അവർക്ക് വായിച്ചർത്ഥം പറയുന്നതിന് മുമ്പ്, ബെൽഷസ്സറേ, അത്യുന്നതനായ ദൈവം നിൻ്റെ വല്യപ്പന് സാമ്രാജ്യം കൊടുത്തു, അവനെ കൊണ്ട് പുല്ല് തീറ്റിച്ച കാര്യമൊക്കെ അറിയില്ലെന്ന് ചോദിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കാനായിട്ട് നീ വീഞ്ഞു കുടിച്ചു, തെറ്റായി പോയെന്ന് പറഞ്ഞു. ബെൽഷസ്സറിന് ഒരു വാക്കും മറിച്ച് പറയാൻ ഒക്കില്ല. കാരണം ബെൽഷസ്സർ ചെയ്ത തെറ്റാണ് ചൂണ്ടിക്കാണിച്ചത്. ഏത് അധികാരികളാണെങ്കിലും അവർ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ളതായിരിക്കുന്ന അവകാശമുണ്ട്. പക്ഷേ അവർ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ അത് അനുസരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ദാറ്റ്സ് എ പ്രിൻസിപ്പിൾ. ഞാൻ കുറച്ചു കാലം ഭോപ്പാലുണ്ടായിരുന്ന കാലത്ത് അവിടുത്തെ ഗവൺമെൻറ് പോളിടെക്നിക്കിലെ ഒരു ഇൻസ്ട്രക്ടറായിരുന്നു. ആ സ്ഥാപനത്തിൽ ക്രിസ്ത്യാനി എന്ന് പേര് പറയാൻ ഒറ്റ ഒരാളെ ഉണ്ടായിരുന്നുള്ളത് ഞാനാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഹിന്ദുക്കളായതുകൊണ്ട് ഞായറാഴ്ച പരീക്ഷ നടന്നു. ഒരു ദിവസം എൻ്റെ പ്രൊഫസർ വിളിച്ചെന്നെ പറഞ്ഞു, തോമസ് സാറേ, ഹിന്ദിക്കാരനാണ്, നാളെ സാറിന് ഇൻവിജിലേഷൻ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഞായറാഴ്ച പിറ്റേ ദിവസം എന്ന് പറയുന്നത്. പരീക്ഷയുണ്ട്, ഗവൺമെൻറ് പരീക്ഷയാണ്, ഇൻവിജിലേഷൻ ഡ്യൂട്ടി. ഞാൻ അദ്ദേഹത്തിന് മുഖത്ത് നോക്കി പറഞ്ഞു, നോ സാർ എന്ന് പറഞ്ഞു. ഞാൻ ഞായറാഴ്ച ജോലി ചെയ്യുന്നവനല്ലെന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് ജോലി ചെയ്യിക്കാൻ സാറിന് അവകാശമില്ലെന്ന് പറഞ്ഞു. ഈ സ്കൂളിൽ തിങ്കൾ തുടങ്ങി ശനി വരെ ഉള്ളൂ, ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. റെസിഗ്നേഷൻ എഴുതിത്തരാൻ പറഞ്ഞു. സബ്മിറ്റ് യുവർ റെസിഗ്നേഷൻ. ഇല്ല സാർ, റെസിഗ്നേഷൻ എഴുതിത്തരികയില്ല, നിങ്ങൾ എന്നെ ഡിസ്മിസ് ചെയ്തോളാൻ പറഞ്ഞു. എനിക്ക് എൻ്റെ അധികാരമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് ചാടി ഇറങ്ങി പ്രിൻസിപ്പലിൻ്റെ മുറി ചെന്നു. ഞാൻ വിചാരിച്ചൊരു മെമ്മോ ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ച് ഞങ്ങൾ കാത്തിരിക്കുക. അരമണിക്കൂർ ഒഴിച്ചപ്പോൾ അദ്ദേഹം തന്നെ വന്നു. എന്നോടൊന്നും മിണ്ടിയില്ല. ഞാൻ മുഖത്ത് നോക്കി ചിരിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവിടെ ഉണ്ടായിരുന്നൊരു വെങ്കട്ടരാമൻ എന്ന് പറഞ്ഞ ഒരു മൈസൂറുകാരനുണ്ട്, ബാംഗ്ലൂരുകാരൻ. അദ്ദേഹത്തെ വിളിച്ച്, വെങ്കട്ടരാമൻ സാർ. യെസ് സാർ. എബ്രാം തോമസ് സാറിന് പകരം ഞായറാഴ്ച ഡ്യൂട്ടി എടുക്കാമെന്ന് ചോദിച്ചു. എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. 7 കൊല്ലം ഞാൻ ആ സ്ഥാപനത്തിൽ പഠിപ്പിച്ച് 7 കൊല്ലം അയാൾ ഡ്യൂട്ടി എടുത്ത്. ഞാൻ എടുത്തില്ല. ഡിസ്മിസ് ചെയ്യുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, ഇതൊരു ഹോസ്പിറ്റലോ ലൈഫ് സേവിങ് സ്ഥാപനമോ ആയിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ് ഞാൻ അനുസരിക്കുമായിരുന്നു. ഇതങ്ങനെയൊരു സ്ഥാപനമല്ല. ഇത് പിള്ളേർക്ക് പരീക്ഷ നടത്താൻ ഇവിടെ 100 കണക്കിന് ആളുകളുണ്ട്. ക്രിസ്ത്യാനിയായ എന്നെ ഒരാളെ വേണോ നിങ്ങൾ അതിനുവേണ്ടി നിയോഗിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പ്രൊഫസറുമായിട്ട് നല്ല സ്നേഹബന്ധത്തിൽ 6-7 കൊല്ലം നടന്നു. വളരെ സ്നേഹബന്ധത്തിൽ നടന്നു. എന്നോടൊന്നും പറഞ്ഞില്ല. വല്ലതും പറയുന്നതിന് മുമ്പ് സൂക്ഷിച്ചേ പറയൂന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ കൺവിക്ഷൻ എതിരായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൺവിക്ഷൻ എതിരല്ലായിരുന്നു.
പക്ഷെ അദ്ദേഹത്തിന് എന്നെക്കൊണ്ട് കർത്താവിൻ്റെ ദിവസം ജോലി ചെയ്യിക്കാൻ ഉത്തരവാദിത്വം അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ലെന്ന് പറയും. ദാനിയേലിനെ കൊണ്ട് വിഗ്രഹാർപ്പണം തിരിക്കാനുള്ളതായിരിക്കുന്ന അധികാരം മെസ്മാനേജർ കൊണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ലെന്ന് പറയും. നിങ്ങൾ ചിലർ പറയും അത് കടുംപിടുത്തമാണെന്ന് പറയും. അപ്പോൾ അധികാരസ്ഥന്മാർ അധികാരങ്ങൾ നടത്തുമ്പോൾ അത് നിയമപ്രകാരമുള്ള അധികാര നടത്തിപ്പായിരിക്കണം. അല്ല എൻ്റെ ജോലി പോവും, അയ്യോ എനിക്ക് ആ ജോലിയില്ല, ജീവിക്കാനും ഒക്കെയില്ല സമയത്ത്. പക്ഷേ അതൊന്നും വിഷയമൊന്നുമല്ല. ഞാൻ ഗവൺമെൻറ് പോളിടെക്നിക് കണ്ടുകൊണ്ടല്ല ഭോപ്പാൽ വണ്ടി കയറിയത്, ദൈവത്തെ നോക്കിക്കൊണ്ട്. അപ്പോൾ മക്കളോടും പറയും, നിയമം വിട്ടൊരു കാര്യം ചെയ്യാൻ പോകരുത്, നിയമം വിട്ടൊരു കാര്യം ചെയ്യരുത്, നോ കോംപ്രമൈസ്. നിയമാനുസരണം അധികാരികൾ എന്ത് പറഞ്ഞാലും ചെയ്തിരിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും. ധാർമ്മിക തെറ്റുകൾ നമുക്ക് പറയുന്ന അജാതമില്ല, മറ്റെന്ത് കാര്യം പറഞ്ഞാലും. അങ്ങനെയൊക്കെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനൊക്കെ. അപ്പോൾ ഞാനത് ബ്രോഡായിട്ട് പറഞ്ഞത്, അപ്പം പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ടീച്ചർ പറഞ്ഞാലും പോലീസുകാരൻ പറഞ്ഞാലും നീ വേറെ ഏത് കോടതി പറഞ്ഞാലും അവർ പറയുന്ന കാര്യം അവരുടെ അധികാരത്തിൽപ്പെട്ട കാര്യമാണെങ്കിൽ അതിനെ നമുക്ക് ബഹുമാനിക്കണം. എന്നാൽ നമ്മുടെ ദൈവം അതിന് മീതെ ഒരു കൽപ്പന തന്നിട്ടുണ്ടെങ്കിൽ, കർത്തൃ ദിവസത്തെ അഗണ്യമായി വിചാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതനുസരിക്കാൻ കടപ്പെട്ടവനാണ്. ഇങ്ങനെയൊക്കെയാണോ അധികാരങ്ങളോട് നാം പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളത് ചെയ്യേണ്ടത്. എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്കറിയില്ല. അധികാരസ്ഥന്മാരെ ഭയപ്പെടുന്ന ഒറ്റ സന്ദർഭത്തേ ഉള്ളൂ. അവർ ശരി, ഞാൻ തെറ്റുവാണെങ്കിൽ ഞാൻ അവരെ ഭയപ്പെടും. അവർ തെറ്റും ഞാൻ ശരിയാണെങ്കിൽ അവരെ എന്നെ ഒട്ടും ഭയപ്പെടുകയില്ല. അവരുടെ സ്ഥാനത്തെ ബഹുമാനിക്കും. എപ്പോഴും അവരുടെ സ്ഥാനത്തെ ബഹുമാനിക്കും. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, സർ ഐ റെസ്പെക്ട് യുവർ ബെൽറ്റ് ആൻഡ് ക്യാപ്പ്. നിങ്ങൾ പോലീസുകാരനാണ്, നിങ്ങളുടെ തൊപ്പിയും നിങ്ങളുടെ ബെൽറ്റും ഞാൻ ആദ്യം ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് റെസ്പെക്ട് വാട്ട് യു സെഡ്. യു ഹാവ് നോ റൈറ്റ് ടു സേ ദാറ്റ്. അതുകൊണ്ട് എൻ്റെ നിന്നും അത് പ്രതീക്ഷിക്കേണ്ട. നമുക്ക് അങ്ങനെയൊക്കെ പറയാനുള്ളതായിരിക്കുന്ന കുറച്ച് തൻ്റെയൊക്കെ വേണമെന്നാണ് ഞാൻ വിചാരിക്കും. അത് ഭാര്യയോടായാലും മക്കളോടായാലും വേറെ ആരോടായാലും സത്യത്തിന് വേണ്ടി നിൽക്കാനുള്ളതായിരിക്കുന്ന ഒരു തൻ്റെ ഇടം നമുക്ക് വേണം. അധികാരസ്ഥന്മാരെ അനുസരിക്കാനും വേണം. ദൈവവചനത്തിൻ്റെ വളരെ വ്യക്തമായ കൽപ്പനയാണ് അധികാരസ്ഥന്മാരെ അനുസരിക്കുക എന്നുള്ളത്. കാരണം ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ല. പക്ഷേ ദൈവം കൊടുക്കാത്ത അധികാരം ഉണ്ടെന്ന് വിചാരിച്ചാൽ അവരെ അനുസരിക്കേണ്ട കാര്യമുണ്ടോ? ഒരപ്പന് പോലും അത് പറയാനുള്ള അധികാരമില്ലല്ലോ. പക്ഷെ ഞാൻ രേഖാവിൻ്റെ മക്കളെ എപ്പോഴും ഓർക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ആശ്ചര്യം തോന്നിയിട്ടുണ്ട്. നിങ്ങൾ വീടുകൾ വയ്ക്കുകയോ മുന്തിരിത്തോട്ടം നടുകയോ വീഞ്ഞ് കുടിക്കുകയോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ രേഖാവ് തൻ്റെ മക്കളോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന് വരെ അതനുസരിക്കാൻ അനുസരിക്കുന്നവരാണ്. എന്നിട്ട് ദൈവം അരുമയാവനോട് പറഞ്ഞു, ഒരു കാര്യം പറയാൻ പറഞ്ഞു, രേഖാവിൻ്റെ മക്കൾക്ക് ദൈവസന്നിധി നിൽക്കാൻ എന്നും ഒരാൾ കാണുമെന്ന് പറഞ്ഞു, ലോകമുള്ള കാലത്തും. കാരണം ദാറ്റ് വാസ് അവരുടെ ആ സ്റ്റാൻഡ്, അവരുടെ പിതാവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്ന് പറയുന്നത്. നമ്മളാണെങ്കിൽ പറയേ ഏത് രേഖ ആരായാലും വീട് വെക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ വെക്കുമെന്ന്. എനിക്ക് താമസിക്കുന്നത് വേണം, നിങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ മുന്തിരി നടും, ഞാൻ വീഞ്ഞും കുടിക്കും. എന്നാൽ അന്നത്തെ ആ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞപ്പോൾ ബാബിലോണുകാർ വന്ന് എല്ലാം നശിപ്പിച്ച് അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം നിങ്ങൾ വീടും കെട്ടി വീഞ്ഞും കുടിച്ച് ഇങ്ങനെ ഇരിക്കണ്ട, നിങ്ങൾ അതല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവരതനുസരിച്ചു. അവരങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ കൽപ്പിച്ചത്, യോനാദാബ് കൽപ്പിച്ചത് ഞങ്ങൾ ഇന്ന് വരെ അനുസരിച്ച് പോരും. അപ്പോൾ പറയുന്നതായിരിക്കുന്ന ആളുകളുടെ സ്ഥാനവും പറയുന്ന വിഷയത്തിൻ്റെ ഗൗരവവും ഒക്കെ അതിന് പ്രധാനപ്പെട്ട കാര്യമാണ്, അതിൻ്റെ വിഷയമൊക്കെ. പക്ഷെ നമ്മുടെ ആളുകളൊന്നും അങ്ങനെയല്ല. ഞാൻ പല ആളുകൾക്കും സഭയിലെ വിശ്വാസികൾക്ക് ചിലപ്പോൾ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരൊന്ന് ഉപദേശങ്ങൾ ചോദിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ചോദിക്കാതെയും കൊടുത്തിട്ടുണ്ട്. അവരങ്ങനെയല്ല ചെയ്യേണ്ടത്, നിങ്ങളങ്ങനെ ചെയ്യരുത്, തെറ്റാണ്. കുറച്ച് പേരൊക്കെ അനുസരിക്കും, കുറച്ച് പേരൊന്നും അനുസരിക്കുകയില്ല. പക്ഷേ എനിക്കറിയാം, അനുസരിക്കാത്തവർ കുറച്ച് കഴിയുമ്പം ചെറിയ ബ്രദർ പറഞ്ഞ ചെയ്തതാണ്, ഞാൻ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ, അബദ്ധം പറ്റിയിട്ടാണ് വരുന്നത്. അധികാരസ്ഥന്മാരെ അനുസരിക്കുന്നത് കൊണ്ടൊരു ദോഷവും വരുമില്ല. ഞാൻ അമേരിക്കയിലായിരുന്ന കാലത്ത് കാതി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് 27-28 വയസ്സുണ്ട്. ഞങ്ങളുടെ സഭയിലെ ഒരു അംഗമാണ്, ഒരു നല്ല സഹോദരിയാണ്. അവളുടെ കല്യാണം നടക്കാൻ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം എൻ്റെ ഇടയ്ക്ക് വന്നു. ഞാൻ അവിടുത്തെ എൽഡറാണ്. എൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞു, സാർ മൈ മാരേജ് ഈസ് ഐ ആം എൻഗേജ്ഡ് എന്ന് പറഞ്ഞു. എൻഗേജ് അറിഞ്ഞില്ലല്ലോ, വിത്ത് ഹൂം?
ഞാൻ പറഞ്ഞാൽ അവനെ പറ്റി ഒന്ന് പഠിച്ചിട്ട് ഉത്തരം തരാം. 2 ദിവസം തരാം. 2 ദിവസം അവനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, കാതി, യു ആർ നോട്ട് ഗോയിങ് ടു മാരി ദാറ്റ് മാൻ. ഇറ്റ് ഈസ് നോട്ട് ഗോഡ്സ് വിൽ ഫോർ യു ടു മാരി ദാറ്റ് മാൻ. സോ നിൻ്റെ മൂപ്പനെന്ന നിലയിൽ ഞാൻ പറയുന്നു, ആ കല്യാണം നടത്താൻ പാടില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അവിടെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് എൻഗേജ്മെൻറ്റ് റിങ്ങും ഒക്കെ ഇട്ടാണ് എൻ്റെ അടുക്ക വന്നത്. ഇനി അവനെ വിളിച്ച് അത് വിഡ്രോ ചെയ്ത് റിങ്ങി അവന് തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ, അവർക്ക് വയസ്സ് 28-29 ആകുകയും ചെയ്തു. ഞാനങ്ങനെ പറഞ്ഞതിന് വ്യക്തമായ ചില റീസൺസ് എനിക്കുണ്ടായിരുന്നു. അവൾക്ക് ചേരുന്ന ഒരാളല്ല, ദൈവത്തിന് പ്രകാരം അവനെ വിവാഹം കഴിക്കാൻ യോഗ്യനല്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. പക്ഷെ അവർ തമ്മിൽ വളരെ അടുപ്പവും വളരെ താല്പര്യമൊക്കെ ആയിരുന്നു. പക്ഷെ അന്ന് വൈകിട്ട് അവൾ പോയി അവനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ സഭയിലെ മൂപ്പന്മാരൊരാൾ ആ വിവാഹം ദൈവത്തിന് പ്രകാരം അല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാനതിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെന്ന് പറഞ്ഞു. വലിയ ദുഃഖവും പ്രയാസമൊക്കെ ഉണ്ടായി. റിങ്ങൊക്കെ വന്ന് ജയിച്ചു കൊടുത്തു. പിന്നെ അവിടെ കല്യാണം ഒരു 2 കൊല്ലത്തേക്ക് നടന്നുമില്ല. അവിടെയൊക്കെ സെൽഫ് അറേഞ്ച്ഡാണല്ലോ. അവൾക്ക് 32 വയസ്സുമായി, 31 വയസ്സ്. എനിക്കവളെ കാണുമ്പോൾ ഒരു വല്ലാത്ത പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ, കല്യാണം നടന്നില്ലെന്നുള്ളത് സന്തോഷമാണ്. പക്ഷേ ഇവിടെ കല്യാണമൊന്നും നടന്നില്ല. നമ്മുടെ കൂട്ടൊരു ആലോചനയും കൊണ്ട് ചെല്ലാനൊക്കെ അമേരിക്കയില്ലേ. അങ്ങനെ ഇരിക്കെ 3-4-5 വർഷം കഴിഞ്ഞ് എനിക്കൊരു ലെറ്റർ കിട്ടി, ഒരു വെഡിങ് ഇൻവിറ്റേഷൻ ലെറ്ററും കൂടെ കിട്ടി. അതിൻ്റെ ആദ്യം പറഞ്ഞിരുന്നത്, താങ്ക് യു വെരി മച്ച് ഫോർ ഗൈഡിങ് മീ. ആ വിവാഹം നടന്നിരുന്നെങ്കിൽ വലിയ അബദ്ധമായി പോയനെ. അതനുസരിച്ചു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷം. ദൈവം എനിക്ക് യോഗ്യനായ ഒരു ഭർത്താവിനെ തന്ന സ്റ്റീവ് എന്ന് പറഞ്ഞ ഒരാൾ വളരെയധികം വെരി ഹാപ്പിലി മാരീഡ് വിത്ത് ചിൽഡ്രൻ. കുറച്ചു കാലത്തേക്ക് എനിക്ക് വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി കാശ് വെച്ച് തരുമായിരുന്നു കാരി സ്റ്റീവും. വെരി ഹാപ്പി. ഞാൻ എന്താ കല്യാണം നടക്കുന്നത്, അവൻ വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ്ഡായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ഞാൻ അന്വേഷിച്ച് മനസ്സിലായി. സത്യം അവളോട് പറഞ്ഞില്ല, പക്ഷെ ഞാനത് അന്വേഷിച്ച് കണ്ടെത്തി. നോക്കില്ലെന്ന് പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ സഹോദരന്മാരോട് അവരൊക്കെ എൻഗേജ്മെൻ്റായിട്ട് വന്നിട്ട് ഞങ്ങൾ കല്യാണം നടക്കാൻ പോകാന്ന് പറഞ്ഞ്, വേണ്ട മോളെ, അല്ലേ വേണ്ട സഹോദരൻ, അത് വേണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഉടനെ ചോദിക്കുക, ഇയാൾ ആരാടോ എന്നോടത് പറയാമെന്ന് ചോദിക്കും. ഞാൻ ആരെ കല്യാണം കഴിക്കുക, നിങ്ങളാണോ ചോദിക്കുന്നത്? എൻ്റെ അപ്പനും അമ്മയ്ക്കും വിരോധമില്ലോ, നിങ്ങളാരാ? ആദ്യം മൂപ്പം വിളിക്കാനൊന്നും വരണ്ടായിരുന്നു. അങ്ങനെ പറയുന്ന ആളുകളാണ് ഇന്ന് നമുക്കുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അധികാരത്തെക്കുറിച്ചോ അനുസരണത്തെക്കുറിച്ചോ പഠിക്കേണ്ട പ്രാഥമിക പാഠങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ഇടയിലൊക്കെ നടക്കുന്ന പല വിവാഹങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ എത്ര കരഞ്ഞ് കാല് പിടിച്ച് അവരോട് അപേക്ഷിച്ചിട്ടുണ്ട്, മോളെ അത് വേണ്ട, മോനെ അത് വേണ്ട, അത് ഒരു വിധത്തിൽ ശുഭമല്ലെന്ന്. കേൾക്കുമോ? കേൾക്കില്ല. ദൈവപ്രകാരമുള്ള പ്രമാണങ്ങളുണ്ട്. അവൻ അവിശ്വാസിയാണ്, നീ വിശ്വാസിയാണ്. ഇണയല്ലാപ്പിണ കൂടരുത്. എല്ലാവരും ഇണയില്ലാപ്പിണ എന്നാ. ഇണയില്ലെങ്കിൽ പിന്നെ പിണയ്ക്കേണ്ട കാര്യമില്ല. ഇണയല്ലാത്തത് തമ്മിൽ പിണയ്ക്കാൻ പാടില്ല. അപ്പോൾ അധികാരങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ അതെ. ഞാൻ ചില ആളുകളോട് അവർ ചില ബിസിനസ് സംരംഭങ്ങൾ കയറുമ്പോൾ പറയുന്നത് ചിന്തിച്ചാലോചിച്ച് പറയാൻ പറ്റും, ബ്രദറെ അത് വേണ്ട. ഇപ്പം തന്നെ നിങ്ങൾ ബുധനാഴ്ച യോഗത്തിന് വരുന്ന ആളെ, ബൈബിൾ ക്ലാസ്സിന് വരുന്ന ആളല്ല, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളല്ല, എല്ലാ ഞായറാഴ്ചയും വരുന്ന ആളല്ല, ഞായറാഴ്ച വന്നാൽ തന്നെ തിരുവത്താഴം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആളാണ്. നിങ്ങൾ ഇനിയിപ്പോൾ ഈ 4-5 ഏക്കറുണ്ട്, നിങ്ങളെങ്ങനെ അതിൽ കൃഷിയും അതും ഇതുമായിട്ടൊക്കെ അങ്ങനെ പാട്ട് കൊടുത്ത് നടത്തിയിട്ട് എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി? കേൾക്കില്ല. ഓരോ 3-4 കൊല്ലം കഴിഞ്ഞ് കയ്യും പൊള്ളി കാശും പോയിട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്ന് പറയും, ബ്രദർ എന്ന് പറഞ്ഞത് ഞാൻ കേൾക്കേണ്ടിയായിരുന്നു, ബ്രദർ എന്ന് പറഞ്ഞ് ഞാൻ കേൾക്കേണ്ടതായിരുന്നു. എന്താ കാര്യം? ലക്ഷക്കണക്കിന് രൂപയും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ ആരോഗ്യമൊക്കെ രക്ഷിച്ചതിനുമല്ലേ? കേൾക്കുകയില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയാറുണ്ട്, വിനാശകാലെ വിപരീത ബുദ്ധി എന്ന്. അപ്പോൾ അധികാരസ്ഥന്മാരെ നിങ്ങൾ തീർച്ചയായിട്ടും അനുസരിക്കണം. ഇപ്പോൾ രാജ്യത്തെ ഗവൺമെൻറ്റിനെ നമ്മൾ അനുസരിക്കണമെന്ന് പറയുന്നത് ശരിയാണ്. കാരണം രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്, ഒരു ഡെമോക്രസിയാണ്. ആ ഭരണഘടനയിൽ നിന്നുകൊണ്ട് ഭരണാധികാരികൾ ചെയ്യുന്ന കാര്യങ്ങൾ അതനുസരിക്കണം. നമുക്ക് ഭരണഘടന വിട്ടവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരോട് പറഞ്ഞാൽ മതി, മുഖത്ത് നോക്കി, അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അധികാരമില്ലെന്ന്. 3 പിള്ളേർ വേണം, 2 പിള്ളേർ മതി, ഒരു കൊച്ചേ മതി എന്നുള്ള ഗവൺമെൻറ് ആണ് നിശ്ചയിക്കുന്നത്. ആണോ?
ഗവൺമെൻറ് ഇവിടെ അനുവാദം കൊടുത്തിരിക്കുന്നത്, അധികാരം കൊടുത്തിരിക്കുന്നത് പിള്ളേർ എത്ര വേണം നിശ്ചയിക്കാൻ? ഏത് സ്കൂളിൽ പിള്ളേരെ വിട്ട് പഠിപ്പിക്കുന്നത് ഗവൺമെൻറ് നിശ്ചയിക്കുന്നത്? എന്ത് വിഷയം പഠിക്കണമെന്ന് ഗവൺമെൻറ് നിശ്ചയിക്കുന്നത്? അവനും ഗവൺമെൻറ് നിശ്ചയിക്കാൻ അധികാരമൊന്നുമില്ല. ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടണമെന്നുള്ള ഗവൺമെൻറ് നിശ്ചയിക്കാം. കാരണം വിദ്യാസമ്പന്നരായ പൗരന്മാർ വേണം. പക്ഷേ എവല്യൂഷൻ പഠിപ്പിക്കണോ, ക്രിയേഷൻ പഠിപ്പിക്കണോ, പഠിക്കണമെന്നൊക്കെ അവരാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഗവൺമെൻറ് പ്രവർത്തിക്കുമ്പോൾ അതനുസരിച്ചുള്ള നിയമങ്ങളാണ് നമ്മൾ അനുസരിക്കേണ്ടത്. അല്ല ഗവൺമെൻറ്റിനെ അനുസരിക്കണമെന്ന് നമുക്ക് അങ്ങനെ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കുകയില്ല. രാജ്യത്തിലെ പൗരന്മാർ നിയമം തെറ്റിച്ച് ജീവിച്ചാൽ അത് തടയുവാനും ശിക്ഷിക്കുവാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. അത് നമുക്ക് CRPCയും IPCയും മറ്റു പല പല നിയമങ്ങളുണ്ട്. അതൊക്കെ അപ്പം നിലവിൽ വരും. അധികാരത്തെക്കുറിച്ച് ഞാനൊരു കാര്യം പറയട്ടെ. ദൈവത്തിന് മാത്രമേ ഉള്ള അധികാരം, വേറെ ആർക്കും അധികാരമില്ല. അപ്പനുമില്ല, അമ്മയ്ക്കുമില്ല, ഭർത്താവിനുമില്ല, ടീച്ചർക്കും ആർക്കുമില്ല. ഓൾ അതോറിറ്റി ബിലോങ്സ് ടു ഗോഡ്. പിന്നെ ഡെലിഗേഷൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. ഗവൺമെൻറ് നേരിട്ട് ഗവൺമെൻറ് നടത്താം. ഒരു കാലത്ത് ഗവൺമെൻറ് അല്ല ദൈവത്തിന് നേരിട്ട് അധികാരം നടത്താം, ഭൂമി ഉലുക്കം കൊണ്ടും. പിന്നെ എന്താണ് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതുപോലെയുള്ള അനേക വെള്ളപ്പൊക്കം കൊണ്ടും ഒക്കെ ആളുകളെ തെറ്റ് ചെയ്യുന്നവരെ അല്ലാത്തവരെ ഒക്കെ അവരെ നശിപ്പിച്ച് കളയാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ദൈവം അത് ഡെലിഗേറ്റ് ചെയ്യും. ആ ഡെലിഗേറ്റ് ചെയ്ത നിയമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ പോകണം. ഇന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കളിക്കാൻ പാടില്ല, കല്ല് പൊട്ടിക്കാൻ പാടില്ല, പാറ പൊട്ടിക്കാൻ പാടില്ല, കാരണം മണ്ണിളക്കം ഉണ്ടാകും, അത് ഭൂമിയുടെ പ്രേത പ്രശ്നങ്ങളുണ്ടാകും. അത് ഗവൺമെൻറ്റിൻ്റെ അധികാരികൾ പഠിച്ചിട്ട് ഈ പ്രദേശങ്ങൾക്ക് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസ് നടത്താൻ പാടില്ലെന്ന് അവർ പറഞ്ഞാൽ അതനുസരിക്കണം. അതനുസരിച്ചല്ലേ അനുഭവിക്കും. പിന്നെ അതിനുവേണ്ടി സിമ്പതൈസൊക്കെ നമുക്ക് ചെയ്യാം. മനുഷ്യത്വപരമായിരിക്കുന്ന സമീപന ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടല്ലോ. നാളെ കേരളത്തിലുള്ള ആളുകൾ ആരും ചപ്പാത്തി കഴിക്കരുത്, പുട്ടും പഴമേ കഴിക്കാമെന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. അത് പറയാനുള്ള അധികാരവും അവർക്കില്ല, അതനുസരിക്കാനുള്ള കടപ്പാടും അവർക്ക് നമുക്കില്ല. അനുസരിക്കണേ അനുസരിച്ച് നിങ്ങൾക്ക് പുട്ടും പഴവും ആവശ്യമൊക്കെ നിങ്ങൾ കഴിച്ചു, നമുക്ക് വിരോധമൊന്നുമില്ല. അപ്പോൾ എന്ത് കാര്യമായാലും ഈ അധികാരവും അനുസരണവും എന്ന് പറയുമ്പോൾ അത് പറഞ്ഞവർക്കത് പറയാനുള്ള അധികാരമുണ്ടോ, കേട്ടവർക്കത് ചെയ്യാനുള്ളതായിരിക്കുന്ന കടപ്പാടുണ്ടോ? ഇത് രണ്ടും വളരെ ആവശ്യമാണ്. നമ്മുടെ പിള്ളേരെ ജനിക്കുമ്പോൾ തുടങ്ങി വളർത്തിക്കൊണ്ട് വരുന്നത് എങ്ങനെയാണെന്നറിയാം? അനുസരണക്കേട് ചെയ്യാനായിട്ട് പഠിപ്പിച്ചുകൊണ്ടവർ അങ്ങനെയാണ്. പിന്നെ ഇതൊക്കെ ഇനി അനുസരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ ഒരു അത്ഭുതം ദൈവം പ്രവർത്തിക്കണം. കുഞ്ഞിനെ കുളിപ്പിച്ച് വസ്ത്രവും മാറി പാലും കൊടുത്ത് കുഞ്ഞിൻ്റെ ഡുമ്പയും കൊടുത്ത് കുഞ്ഞിനെ നല്ല മനോഹരമായിരിക്കുന്ന മെത്തയിൽ എവിടെയാണെന്ന് കിടത്തുക. വിശപ്പില്ല, ദാഹമില്ല, നനഞ്ഞതല്ല, മലമൂത്ര വിസർജനം പോയതൊന്നുമല്ല, ഉറുമ്പ് കടിക്കുന്നതുമല്ല, ഒന്നുമല്ല. പക്ഷേ കൊച്ചു കിടന്ന് കേന്ന് പറഞ്ഞ് അലയ്ക്കുക. അതെന്തിനാ ഈ കൊച്ച് അലയ്ക്കുന്നത്? അലച്ച ഉടനെ കൊച്ചിനെ പൊക്കിയെടുക്കണോ? അധികാരത്തോട് വലിയൊരു വെല്ലുവിളിയാണ് തന്നെ. എന്നെ എപ്പോൾ കിടത്തണമെന്ന് ഞാനാണ് നിശ്ചയിക്കുന്നത്, നീ അല്ല നിശ്ചയിക്കുന്നത്. നീ അമ്മയാണെന്ന് പറഞ്ഞാൽ നീ കളിക്കുകയൊന്നും വേണ്ട, ഞാനാണ് നിശ്ചയിക്കുന്നത്. എന്നെ എടുത്തുകൊണ്ട് അത് നമ്മൾ പഠിപ്പിച്ച് എന്താണ് ചെയ്യുന്നത്? അമ്മ ഒരു കൊച്ചിൻ്റെ കാര്യം കൊണ്ട് കുഴപ്പി ഒന്നും ചെയ്യാനോ കൊച്ചനുസരിക്കുകയില്ല. ഒന്നും ചെയ്യാനൊക്കെ കൊച്ചങ്ങനെ ആ കണ്ടീഷനിലല്ലേ ദൈവം ഇങ്ങോട്ട് കയ്യിലോട്ട് തന്നത്? ആണോ? അല്ല. അതവിടെ കിടന്ന് കരയണം, താഴെയെങ്ങും പോകാതിരിക്കാതെ സുരക്ഷിതമായ ഒരു സ്ഥലത്തിട്ട് മുറിയും പൂട്ടിയിട്ട് നിങ്ങൾ പൊക്കണം. വേണേൽ ഫാനും ഇട്ട് പൊക്കണം. 1, 2, 3 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ എപ്പോഴാണ് വരുന്നത് അതിന് പാൽ കൊടുക്കേണ്ട സമയത്ത് വന്ന് പാൽ കൊടുത്താൽ മതി. 2 ദിവസം കരയും, 3-ാം ദിവസം അതൊരു പാഠം പഠിക്കും. ഇവിടെ ഈ പരിപാടി നടക്കുകയില്ല. നടക്കുകയില്ല. കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ അമ്മയുടെ കയ്യിരിക്കുന്ന കത്തി വേണമെന്ന് പറഞ്ഞ് കയറി പിടിക്കും, പേന വേണം താത്ത് കയറി പിടിക്കും, ഇതിന് കയറി പിടിക്കും. അപ്പോൾ കൊടുക്കേണ്ട വിധത്തിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കൊടുത്ത് അവിടെ ഇരുത്തിയാൽ അമ്മ പറയാം പ്ലീസ് എന്ന് ചോദിച്ചിട്ട് പ്ലീസ് മമ്മി പ്ലീസ് എന്നാ പേന എടുത്തു. അപ്പോൾ അവനൊരു കാര്യം പറയും, ഇവിടെ പ്ലീസ് കൊണ്ട് എന്തെങ്കിലും കാര്യം നടക്കത്തുള്ളൂ, ഇവിടെ വേറെ പരിപാടിയൊന്നും ഈ വീട്ടിൽ നടക്കുകയില്ല. അപ്പോൾ ഈ അധികാരങ്ങളെ പഠിപ്പിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 9 വയസ്സും 10 വയസ്സും ആകുമ്പോഴല്ല അധികാരത്തിൻ്റെ ദണ്ഡുമായിട്ട് വരുന്നത്. ആ ദണ്ഡുമായിട്ട് വരുന്ന സമയത്ത് അവനെ അടിക്കാനായിട്ട് തിരിച്ച് അവൻ ആ വടി പിടിച്ച് വാങ്ങിച്ചിട്ട് ഒരെണ്ണം ഇങ്ങോട്ട് തരും. അപ്പോൾ നമ്മൾ പറയും ഒരു ചെറുക്കൻ്റെ കാര്യം
ഈ ചെറുക്കൻ ഇപ്പോഴും കൂടെ തുടങ്ങിയതല്ല, അതന്ന് നേരത്തെ തുടങ്ങിയതാണ്. അന്ന് നിങ്ങൾ വളം വെച്ച് കൊടുത്തു ഇല്ലേ? ഒരു 4-5 വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിലെ അവസാനത്തെ ആയുധമാണ് നിക്കറും ഷർട്ടും എല്ലാം ഊരിക്കളയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കഥ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ എന്നാൽ ഇപ്പം ഞാൻ നിക്കർ ഊരുന്നു, പബ്ലിക് വെച്ചായിരിക്കും, ഇപ്പം ഞാൻ ഊരിക്കളയുന്നത്. ഒരിക്കലും ഒരു ഡെൻറ്റിസ്റ്റ് എടുക്കെ ചെന്ന് അവനെ ഈ പ്രയോഗം ഒന്ന് ചെയ്തു നോക്കി. ഏതാ ഇപ്പം ഞാൻ ബസ് ഊരെന്ന് പറഞ്ഞു, ഊരിടാന്ന് പറഞ്ഞു, മുഴുവൻ ഊരാൻ പറഞ്ഞു. ഒരു തുണി പോലും ഇല്ലാതെ ഊരി. ഡെൻറ്റിസ്റ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു തുണി തരാൻ നോക്കില്ലെന്ന് പറഞ്ഞു. അടുത്ത അപ്പോയിൻമെൻറ്റ് വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു. അവൻ വിവസ്ത്രനായിട്ട് വീട്ടിൽ വരെ പോകണം, ബസ് കയറ്റി നിങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നെ ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൻ്റെ ആ ആയുധം അവൻ ഉപയോഗിച്ചില്ല. പിന്നെ അടുത്ത ആയുധം എന്താ അവൻ ഉപയോഗിച്ചെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ആ ഡെൻറ്റിസ്റ്റ് മകളെ വളരെ അറിയാവുന്ന ഡെൻറ്റിസ്റ്റായിരുന്നു ഞാൻ വിചാരിക്കുന്നു. അയാൾ പറഞ്ഞ് ഈ പരിപാടി ഇവിടെ നടക്കില്ലെന്ന്, ഒരുപാട് പിള്ളേരെ ഞങ്ങൾ കാണുന്നുണ്ട്, തുറക്കടാവായെന്ന് പറഞ്ഞ് തുറക്കും, വാ തുറക്കാൻ പറയുമ്പോൾ ഊരിക്കളയെന്നാലെന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഈ അധികാരങ്ങൾ നടത്തുന്ന പ്രക്രിയയിൽ നമുക്ക് വലിയ ഒരു പോരാഴിക വരുന്നുണ്ട്. അതെ, അധികാരങ്ങൾ നടത്താൻ നമുക്കറിയില്ല. മക്കളുടെ അടുക്കലും അറിയില്ല, ഭാര്യ എടുക്കലും അറിയില്ല, ഭർത്താവിൻ്റെ അടുക്കലും അറിയില്ല, മാതാപിതാക്കളുടെ അടുക്കലും അറിയില്ല, ഒന്നും അറിയില്ല. തിരുവള്ളി അങ്ങനെയല്ല, അധികാരങ്ങളെക്കുറിച്ചുള്ള നല്ല ബോധം വേണം. എല്ലാ അധികാരങ്ങളും ദൈവത്തിലാണ്. ഒരു മനുഷ്യനും സ്വയമായ അധികാരമില്ല. ജനിച്ചു വരുന്ന ഒരു കുഞ്ഞിന് യാതൊരു അധികാരവും ഇല്ലാതെയാണ് വരുന്നതിന് അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. പാല് കുടിക്കാനുള്ള അവകാശം, സ്നേഹിക്കപ്പെടാനുള്ള അവകാശം, ഉറങ്ങാനുള്ള അവകാശം, പൊതുപ്പിക്കപ്പെടാനുള്ള അവകാശം. അതിന് അധികാരങ്ങളില്ല, അവകാശങ്ങളേ ഉള്ളൂ. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവകാശങ്ങൾ അനുഭവിക്കണമെങ്കിൽ വേറെയും ചില പ്രമാണങ്ങളുണ്ട്, അതുകൂടെ വേണം. അപ്പോൾ സഭയിലായാലും അങ്ങനെയാണ് കേട്ടോ, സഭയിലായാലും അങ്ങനെയാണ്. സഭയുടെ മേൽ അധികാരമുള്ള ഒരാളേ ഉള്ളൂ, കർത്താവ് യേശു ക്രിസ്തു. വേറെ ഒരുത്തിനുമില്ല, മൂപ്പനുമില്ല, മിഷണറിക്കുമില്ല, ആർക്കുമില്ല. ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. സഭയുടെ മേൽ അധികാരമുള്ള കർത്താവിന് മാത്രമേ ഉള്ളൂ. പക്ഷേ കർത്താവ് ഓരോ സഭയിലും വന്ന് ഓരോ ദിവസവും ഓരോ കാര്യവും ഇങ്ങനെ നടത്തിക്കുക എന്ന് പകരം കർത്താവ് ഇത് ഡെലിഗേറ്റ് ചെയ്തു. ആർക്ക് കൊടുത്തു? മൂപ്പന്മാരെന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾക്കും, മിഷണന്മാരെന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾക്കും, ഡീക്കന്മാരെന്ന് പറഞ്ഞ ഒരു കൂട്ടം, ഇങ്ങനെ ചില ആളുകൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ വരയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അധികാരം നടത്താൻ നോക്കൂ. ദാറ്റ്സ് എ ഡെലിഗേഷൻ്റെ റെഫറൻസ് പോയിൻ്റ് അതാണ്. അതിനപ്പുറത്തൊരു കാര്യം ചെയ്യാൻ പാടില്ല. ആ ഡെലിഗേഷൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വവും അതിനുള്ള ഫ്രീഡവും എല്ലാം അവർക്കുണ്ട്. ഞാനൊരിക്കലും ഒരു സഭയിൽ മൂപ്പനായിരുന്നു, ഇവിടെ ഇന്ത്യയിലല്ല, അമേരിക്കയില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഈ സായിപ്പന്മാർക്കും തൊലി വെളുത്തുകൊണ്ടൊന്നും സായിമാർ ദൈവദൂതന്മാരൊന്നും അല്ല കേട്ടോ, വിചാരിക്കരുത്. വരുന്നവരെല്ലാം പുറകെ ഇരിക്കും, മുന്നത്തെ കസേരകളിൽ ഇരിക്കുകയില്ല. അതെന്തോ സോക്കേടാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ പുറകെ ഇരിക്കുന്നതിൻ്റെ സുഖം എന്താണെന്ന്. ഞാൻ മുന്നിലെ സാധനം ഇരിക്കാറുള്ളൂ, വളരെ അപൂർവമായി മാത്രമേ. ഉറങ്ങുമെന്ന് എനിക്ക് വളരെ ഭയമുണ്ട്. മരുന്ന് കഴിച്ചാണ് ഉറങ്ങാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ മുന്നേ അതിലൊന്നും ഉറങ്ങുമില്ല. ഒന്നിപ്പുറത്ത് കസേര ഇട്ടിരിക്കും, അല്ലെങ്കിൽ പുറകെ പോയി. അപ്പോൾ അന്നും അങ്ങനെ തന്നെ സംഭവിച്ചു. ആ സഭയിൽ, ഞങ്ങളുടെ സഭയിൽ, ഞാൻ മൂപ്പനായിരിക്കുന്ന സഭയിലാണ്, ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് 10-15 വയസ്സേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭ. ഈ പയ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, എല്ലാ സഹോദരന്മാരും പുറകിൽ നിന്ന് മുന്നോട്ട് വന്ന് ഈ മുൻപിലുള്ള സീറ്റുകളിൽ ഇരിക്കണമെന്ന് പറഞ്ഞു. അത് പറയാൻ അവൻ അവകാശമുണ്ടോ അവകാശമില്ലയോ എന്നുള്ള ചോദ്യം ഇനിയിപ്പോൾ സെറ്റിൽ ചെയ്യണമെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്യാൻ ഒക്കില്ലല്ലോ. ഒരാൾ പോലും അനങ്ങിയില്ല. കൊച്ചിയെടുക്കനല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് തിരുവത്താട് ശുശ്രൂഷ ഉടനെ നടക്കില്ലെന്ന് പറഞ്ഞു. നിങ്ങളിൽ ഒരാൾ, നിങ്ങളുടെ ഒരു സഹോദരൻ, ശരീരത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന ഒരാൾ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു, അധികാരമൊന്നും ഉപയോഗിച്ചല്ല, മുന്നോട്ട് വരാമെന്നേ ചോദിച്ചുള്ളൂ. നിങ്ങളത് കേട്ടില്ല. നിങ്ങളെല്ലാവരും ആ ആളിൻ്റെ അടുക്കൽ ചെന്ന് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് മുന്നേ വന്നിരിക്കണം. അവസാനത്തെ ആളും അങ്ങനെ വന്നിരുന്നതിന് ശേഷം തിരുവത്താട് ശുശ്രൂഷ നടത്തൂലെന്ന്. 90 വയസ്സും 80 വയസ്സും ഉള്ള വല്യപ്പന്മാരും വല്യപ്പന്മാരും ചെന്ന് മോൻ്റെ അടുക്ക് ചെന്ന്, മോനെ ഞങ്ങൾ അനുസരിക്കണ്ടായിരുന്നു, സോറി കേട്ടോ എന്ന് പറഞ്ഞിട്ട് മുന്നേ വന്ന് എല്ലാവരും വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഇത് ഏബ്രഹാം തോമസ് അവരും പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമെന്ന് എനിക്കറിയാം.
പക്ഷേ നിങ്ങളുടെ ഈ സഭയിലെ ഒരംഗം, ശരീരത്തിൻ്റെ ഒരു അവയവം, ഒരു നല്ല കാര്യം അധികാരമൊന്നും ഉപയോഗിച്ചല്ല പറഞ്ഞ് എല്ലാവരും മുന്നോട്ട് വന്ന് നിൽക്കുമെന്നല്ലേ ചോദിച്ചുള്ളൂ. അതനുസരിക്കാൻ നിങ്ങൾക്ക് എന്നെ പ്രയാസം? അതിവിടെ നടക്കൂലെന്ന്. അപ്പോൾ ഈ അനുസരിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇംഗ്ലീഷുകാരുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. അവർ പറയും പട്ടാളത്തിലെ നിയമമാണ്, ഒരു ഓഫീസർ ചാടുക എന്ന് പറഞ്ഞാൽ ഒറ്റ ചോദ്യമേ ചോദിക്കാനൊക്കൂ, ഹൗ ഹൈ സർ, ഹൗ ഹൈ സർ, എന്ത് ഉയരത്തിലാണ് ഞാൻ ചാടേണ്ടത്? വേറൊരു ചോദ്യം ചോദിക്കാനില്ല. ചാടിയതിന് ശേഷം സർ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചാടാൻ പറഞ്ഞത്, വിശദീകരണങ്ങൾ വേണ്ടി ചോദിക്കാം. ഫസ്റ്റ് ഒബേ ദെൻ കംപ്ലൈൻറ്റ് എന്നാണ് നമ്മുടെ ഇടയിലത്. പ്രമാണം എങ്ങനെയാണ്? ചാടെന്ന് പറഞ്ഞതെങ്കിൽ ഇയാളാരോട് ചാടാൻ പറയാൻ? ഇയാൾക്കാരാ? ഇയാളെ എന്നെ ചാടിക്കാൻ പറയാൻ? ഫസ്റ്റ് കംപ്ലൈൻറ്റ്, പിന്നെ ഒബേ എപ്പോഴാണ്? ഗത്യന്തരമില്ലാതെ വരുമ്പോൾ. അങ്ങനെയാണ്. മൂത്ത പിള്ളേർ പറഞ്ഞ ഇളയ പിള്ളേർ കേൾക്കുകയില്ല, മാതാപിതാക്കൾ പറഞ്ഞ മക്കൾ കേൾക്കുകയില്ല. പഴയ സിസ്റ്റം നിങ്ങൾ വിചാരിച്ചു, എലയാസാർ പോയാണ് ഇസ്ഹാക്കിൻ്റെ പെണ്ണിനെ കൊണ്ട് വന്നത്. നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന വേലക്കാരനെ പറഞ്ഞു വിടുമോ നിങ്ങളുടെ മോന് കല്യാണം ചെറുക്കനും പെണ്ണെ ആലോചിച്ചു പറയാൻ? ഇല്ല. അബ്രഹാം ആളെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ വീടിന് അവകാശി ദമശേക്കാരനെന്നാണ് പറഞ്ഞത്. എനിക്ക് മക്കളെ തരായിരുന്ന. അവിടെയൊക്കെ ബന്ധങ്ങളും ചില അധികാരത്തിൻ്റെ സ്ട്രക്ചറുകളൊക്കെ ഉണ്ട്. അത് വളരെ മാനിച്ചു വേണം. രസകരമായ ഒരു സംഭവം നടന്നു. അവിടെ ക്യാമ്പിന് ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന 2 സ്ത്രീകളാണ് ഇവിടെ പാത്രമെല്ലാം കഴിയുന്നത്. അപ്പോൾ 8 മണിയാകുമ്പോൾ അവിടെ ചെല്ലണം. ഞാൻ അല്പം താമസിച്ചാണ്. എല്ലാവരും വീട്ടിൽ 10-60 പേര് താമസിച്ചിരുന്നതുകൊണ്ട് അവരെല്ലാം വീട് പൂട്ടിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഈ ജോലിക്കാരി അവരൊരു വണ്ടിയൊക്കെ കയറ്റി വിട്ടു. അപ്പോൾ അവരെ കിട്ടിയ സമയം കൊണ്ട് നമ്മളെ എങ്ങനെയുള്ള ആളാണെന്ന് അറിയാൻ അവരോട് ചോദിച്ചാൽ മതിയല്ലോ, ഈ പ്രസംഗിക്കുന്ന എബ്രാഹിം തോമസ് എങ്ങനെയുള്ള ആളാണ്. അപ്പോൾ അവർ ചില ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി അവർ മിടുക്കന്മാരായ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുക്ക പിന്നെ അവരൊന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, സാറിനെ പറ്റി, നിങ്ങളെ ബ്രദറിനെ പറ്റി ഭയങ്കര ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ ഇതിനിടെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് എവിടെ പോയെന്ന് ചോദിച്ചു. അല്ല, ഞാൻ ജോലിക്കാർ 2 പേര് ഞങ്ങളുടെ വണ്ടിയിലാണ് വന്ന് അവരുടെ ഞങ്ങൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് ഈ ഭവനത്തിലായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ജോലിക്കാരിയാണെങ്കിൽ ഈ ഭവനത്തോട് ബന്ധപ്പെട്ടാണ്. എനിക്ക് 4 മക്കളുണ്ടാകും. മക്കളുടെ വിവാഹം നടത്തിയതും വിദ്യാഭ്യാസം നടത്തിയതും എല്ലാ അച്ചായനും അമ്മാമ്മയുമാണ് ചെയ്തു തന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അവരത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. വളരെ സന്തോഷം തോന്നി. അതെ, ഞാൻ വഴക്കൊക്കെ പറയും അവരെ. രാവിലെ 8 മണിക്ക് എനിക്കടുത്ത് പോകേണ്ടതാണ്, എനിക്ക് റേസിന് പോകേണ്ടതാണ്. അതിനുമ്പോൾ വീട്ടിൽ വന്നിരിക്കണം. ഒരേ ആക്കിയിട്ടാണ് പോകുന്നത്. വീടെല്ലാം തുറന്നവരുടെ ഇല്ല കൊടുത്തിരിക്കുന്നത്, മുഴുവനും. ഒരു മുറി പോലും ഇല്ല, മുഴുവൻ തുറന്നവരുടെ ഇല്ല കൊടുത്തിരിക്കുന്നത്. 40 കൊല്ലമായിട്ട് നത്തിങ്. ഒരു പൈസയുടെ അവിശ്വാസം കാണിച്ചിട്ടില്ല. 40 വർഷമായി ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുക. അതിനു മുമ്പ് എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെ സേവിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു അധികാരം, വി വർ ഏബിൾ ടു എസ്റ്റാബ്ലിഷ് ആൻ അതോറിറ്റി ഓവർ ദം. അതൊരു അതോറിറ്റി ഭയത്തിൻ്റെ അതോറിറ്റി അല്ല, സ്നേഹത്തിൻ്റെ അതോറിറ്റിയാണ്. വീട്ടിലിരിക്കുന്ന ജോലിക്കാരും പറഞ്ഞു, അവരുടെ ഭർത്താവ് ഗൾഫിലാണ്, മകൻ ഗൾഫിലാണ്, മകൾ BSc നേഴ്സ്, അവിടെയുള്ള ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സാണ്, മരുമകളും BSc നേഴ്സിംഗ് സ്റ്റാഫ് നേഴ്സാണ്. ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയാണ് കഴിഞ്ഞ 10-40 വർഷമായിട്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, എന്തിന് നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തിനാ ഇവിടെ വീട്ടു ജോലിക്ക് പോകേണ്ട ആവശ്യം? നിങ്ങളുടെ ഭർത്താവ് ഗൾഫിലാണ്, നിങ്ങളുടെ മകൻ ഗൾഫിലാണ്, നിങ്ങളുടെ മരുമകൾ 2 മോളും മരുമകളും ഇങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു, അമ്മാമ്മയും അച്ചായനും നീ ഇനി മേലെ ഇങ്ങോട്ട് കാല് കുത്തി പോരുമെന്ന് പറയുന്നത് വരെ ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയായിരിക്കും. പക്ഷെ അത് പേടിയുടെ അധികാരമല്ല, അത് സ്നേഹത്തിൻ്റെ അധികാരമാണ്. നമ്മളോട് ഇടപെടുന്ന ആളുകളുടെ മേലിൽ അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ അധികാരം നമുക്ക് സ്ഥാപിക്കാനായിട്ട് കഴിയണം. മൂപ്പന്മാരായാലും അപ്പന്മാരായാലും ആരായാലും ഈ അധികാരത്തിൻ്റെ ദണ്ട് കൊണ്ട് അടിക്കാനായിട്ട് ചെന്നാൽ ഇക്കാലത്താരും നിന്ന് തരില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ ദണ്ട് കൊണ്ട് തലോടാൻ ചെന്നാൽ ആരും നിന്ന് തരും. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരാളോട് പറയുമ്പോൾ, അധികാരം ഉപയോഗിച്ചല്ലാതെ തന്നെ പറയുമ്പോൾ, അവർ അധികാരി പറയുന്നത് പോലെ അത് മാനിച്ച് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവരാ വ്യക്തിയിൽ ചിലത് കണ്ടു. അവരുടെ ജീവിതത്തിന് മേൽ അധികാരം ദൈവം കൊടുത്തിട്ടുള്ള ഒരാളായിട്ട്
കണ്ടു. പറയാൻ ഉദ്ദേശിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പറഞ്ഞാൽ കേൾക്കണമെന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. ആര് പറഞ്ഞാൽ കേൾക്കണം? ദൈവം അധികാരം നൽകിയിട്ടുള്ള ആളുകൾ നമ്മോട് പറഞ്ഞാൽ കേൾക്കണം. അവർ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം. അവർ പറയുന്നതെല്ലാം കേൾക്കുമെന്ന് വേണ്ട. ഞങ്ങളുടെ നാട്ടിൽ അങ്ങൊരു പഴഞ്ചൊല്ലുണ്ട്, പറഞ്ഞാൽ കേൾക്കുന്നതിനെ കണ്ടാൽ പോയി കുളിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, എന്താണ്, എപ്പോഴാണ് എന്നൊന്നുള്ള വിശദീകരണങ്ങളൊന്നും മനസ്സിലാക്കാതെ പറഞ്ഞാൽ മാത്രം ചെന്ന് കേട്ടത് അവനെ കൊള്ളുമില്ല. ചോദ്യം ചെയ്യലല്ല തെറ്റ്, ചോദ്യം ചെയ്യുന്ന വിധമാണ് തെറ്റ്. അന്വേഷണങ്ങൾ വേണം. എന്താ അപ്പച്ച ചെയ്തെന്ന് പറഞ്ഞിട്ട് കാരണം അത് ചെയ്താൽ എന്താ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പച്ച ഉത്തരവാദിത്വമുണ്ട്, മോനെ അത് ചെയ്താൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ട് ഓ ശരി അപ്പച്ച അത് അപകടം വരാതെ നമുക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ, അങ്ങനെ ചെയ്യാമോ, അതെങ്ങനെ ഇങ്ങനെയാണ് എന്നാൽ ചെയ്യും മോനെ. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗമാണ്. അല്ലാതെ ഞാൻ പറഞ്ഞാൽ നീ ആരാ ചോദ്യം ചെയ്യാൻ, ആ ഭാവത്തിലല്ല. അധികാരം അങ്ങനെ നടത്താൻ പോയാൽ ആരും വിജയിക്കില്ല. ഒരു പോലീസുകാരൻ പോലും വിജയിക്കും. അവനാണല്ലോ ഏറ്റവും അധികാരമുള്ളത്. തല്ലാനും അടിക്കാനും ദൈവം അധികാരം കൊടുത്തിട്ടില്ല, ഗവൺമെൻറ് കൊടുത്തിട്ടില്ലെങ്കിലും അവൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അവർക്ക് പോലും സാധിക്കില്ല. അതുകൊണ്ട് ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ല. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അധികാരങ്ങളോട് മത്സരിക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മത്സരിക്കുന്നു. വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. വാള് കഴുത്തിൽ വീണോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ നിശ്ചയിക്കാം. വാള് കിട്ടിയവൻ ചിലപ്പോൾ ബോധവും ഒന്നും ഉള്ളവനായിരിക്കില്ല, അവൻ പ്രയോഗിക്കാത്തതും കയറി പ്രയോഗിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ബോധമുള്ള നമ്മളാണ് എന്ത് ചെയ്യണം? ഒഴിഞ്ഞും വരഞ്ഞും ഒക്കെ നമ്മുടെ നേരെ വാൾ ഉപയോഗിക്കാതിരിക്കത്തക്കവണ്ണം നമ്മൾ ബുദ്ധിയോട് പ്രവർത്തിക്കണം. അധികാരം എന്ന് പറയുന്നൊരു വലിയ വാക്കാണ് കേട്ടോ, വളരെ വലിയ വാക്കാണ്. അമേരിക്കയിലായിരുന്നപ്പോൾ ഞങ്ങൾ ഒരു സ്ത്രീ, അവർ 40 വയസ്സ് കഴിഞ്ഞാണ് അവർ കല്യാണം കഴിച്ചത്, ഭാര്യയും ഭർത്താവും. അവർക്ക് ദൈവം ഒരു മകനെ കൊടുത്തു. അവരമ്പോറ്റിച്ച് വളർത്തി കൊണ്ടുവരികയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ജോലി ചെയ്യുന്നു. ഒരു ദിവസം സന്ധ്യ ആയപ്പോൾ ആ പുരുഷനും സ്ത്രീയും കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ വന്ന് പറഞ്ഞു, ഗ്രേസിനോട് പറഞ്ഞു, ആൻറ്റി ഞങ്ങൾ ഒരു ഫേവർ ചോദിക്കാൻ പോവാ, നോ പറയരുതെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വലിയ അപകടമാണ്. എന്താണെന്ന് ചോദിച്ചു, ഞങ്ങൾ 40 വയസ്സ് കഴിഞ്ഞാണ് കല്യാണം കഴിച്ച ഈ കുഞ്ഞ് ഞങ്ങൾക്കുള്ള ഏക കുട്ടിയാണ്. അവനെ ഒരു നല്ല കുട്ടിയായിട്ട് വളർത്തണമെന്ന് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പലയിടത്ത് അന്വേഷിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, ഗ്രേസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുണ്ട്, അവരോടൊക്കെ ചെന്ന് ചോദിച്ചാൽ അവർ വളർത്താമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തു, വേറെ ആരും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ് അവർ. നല്ലൊരു ചെറുക്കൻ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അതിന് പ്ലാനില്ല, അതിന് സമയമില്ല എന്നൊക്കെ പറഞ്ഞ്, അല്ല പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ശരി. അപ്പം ഞാൻ പറഞ്ഞു ഒരു വ്യവസ്ഥയിൽ ചെലുത്തുമെന്ന് പറഞ്ഞു, നിങ്ങളുടെ കുട്ടിയെ തല്ലാൻ എനിക്ക് അധികാരം ഉണ്ടായിരിക്കുന്നു, നിങ്ങളുടെ കുട്ടിയെ തല്ലാൻ എനിക്ക് അധികാരം ഉണ്ടായിരിക്കുന്നു. അവർ മുഖത്തൊന്ന് നോക്കണം, അവരമ്പോറ്റിച്ച് വളർത്തി വയസ്സെന്ന് കാലത്തുണ്ടായ കൊച്ചിനെ ഞാൻ തല്ലുമെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വെറുതെ എനിക്ക് രസത്തിന് വേണ്ടി തല്ലാനല്ലെന്ന് പറഞ്ഞു. ഇവിടെ ഒബേ എന്നുള്ളത് റൂളാന്ന് പറഞ്ഞു. അതിൻ്റെ പ്രായത്തിന് തക്കവണ്ണം അതിനനുസരിക്കാൻ കഴിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ നല്ല ഒന്നാന്തരം പൊട്ടിക്കുന്നു. അവസാനം അവർ രണ്ടുപേരും കുറച്ചു നേരം നോക്കി നിന്നിട്ട് പറഞ്ഞു അടിച്ചോളാൻ പറഞ്ഞു. രാവിലെ 6 മണിയാകുമ്പോൾ വീട്ടിൽ കൊണ്ട് തരും, വൈകിട്ട് 6 മണിയാകുമ്പോൾ വന്ന് കൊച്ചിനെ കൊണ്ടുപോകും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും വന്ന കൊച്ചു പോവില്ല, എന്ത് ചെയ്താൽ പോവില്ല. അപ്പനും അമ്മയെ കാണുമ്പോഴത്തേക്ക് അത് ഞങ്ങൾ വരയ്ക്ക് അത് കയറി ഒളിക്കും. ഞാൻ അവർ കൊടുത്തിട്ടുള്ള ശിക്ഷ നല്ല ശിക്ഷയാണ്. ചിലപ്പോൾ ഞാൻ ഞുള്ളും. അപ്പം ചിലധികം ഭയങ്കര സ്ട്രോങ്ങുമില്ല. നുള്ളിയാൽ പറയാൻ നോവുന്നു, ഇറ്റ് ഹേർട്സ്. ഞാൻ പറയും ഇറ്റ്സ് ഫോർ ഹേർട്ടിങ്. നോ, ഇറ്റ്സ് ഹേർട്സ്. ബട്ട് ദെൻ യു ഒബേ ഇറ്റ്. ഓക്കെ, ഹി വിൽ ഒബേ ഇറ്റ്. ആ പാടൊക്കെ കാണിക്കും, നുള്ളിയ പാടൊക്കെ. ബട്ട് ഹീ ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ചിൽഡ്രൻ. കാരണം എന്താ? അനുസരണവും അധികാരവും ഒക്കെ എന്താണെന്ന് ആ കുട്ടിയെ ഞങ്ങൾ പഠിപ്പിച്ചു. ഞങ്ങളുടെ സ്വന്തം കുട്ടിയെ പഠിപ്പിക്കുന്ന പോലെ തന്നെ പഠിപ്പിച്ചു. ഭോഷത്വം ബാലൻ്റെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്നു. അതിനെ എന്താ എടുത്തു മാറ്റുന്നത്? മുട്ടായി ആണോ, ചോക്ലേറ്റാണോ? ചോക്ലേറ്റും മുട്ടായിയും അതിനെടുത്ത് മാറ്റുകയില്ല. അതിന് നല്ല ഒന്നാം തരം എന്ത് ചെയ്യണം? അടിയോ വടി, ഒന്നാം തരം വടി. നിങ്ങൾ ചിലരൊന്നും മക്കളെ അടിക്കാതെ വളർത്തുന്നുള്ളത് എനിക്കറിയാം. അതിൻ്റെ ഫലം എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ നിശ്ചയിക്കേണ്ട ഒരു കാലം വരും.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരുപാട് കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ. ഈ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും ആളുകൾക്ക് അറിയില്ല. എന്തായി അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസ് ഈസ് റെസ്പോൺസ് ടു അതോറിറ്റി, റെസ്പോൺസ് ടു ഡ്യൂ അതോറിറ്റി. ഒബീഡിയൻസ് ഈസ് റെസ്പോൺസ് ടു ഡ്യൂ അതോറിറ്റി. ദൈവസ്ഥാപിതമായ അധികാരങ്ങളോടുള്ള ദൈവകൽപിതമായ പ്രതികരണങ്ങളാണ് അനുസരണം എന്ന് പറയുന്നത്. അധികാരം എന്ന് പറയുന്നതോ ദൈവസ്ഥാപിതമായിരിക്കുന്ന മൂല്യങ്ങളെ നടപ്പാക്കാനുള്ള ദൈവിക ക്രമീകരണമാണ്. അതാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് പോകുമ്പോൾ നമ്മുടെ സഭയും നന്നായിരിക്കും, നമ്മുടെ മക്കളും നന്നായിരിക്കും, നമ്മുടെ ഗവൺമെൻറ്റും നന്നായിരിക്കും, എല്ലാം നന്നായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൺക്ലൂഷൻ ആവശ്യമില്ലാത്തതും ബ്രദറെ വിഷയത്തെക്കുറിച്ച് ഏറ്റവും സിമ്പിളായിട്ട് നമ്മോട് പങ്കുവച്ചു.